ചങ്ങായി എപ്പോഴായി വന്ന്? വാലൈക്കും അസ്സലാം. എപ്പോഴാ എത്തിയേ? ഞാൻ എന്താ എത്തിയിട്ടേ ഉള്ളൂ. ഇതിപ്പോ എന്തായി പെട്ടെന്നൊരു വരവ്? അതെല്ലാരും വന്നൊന്ന് കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു, അങ്ങനെ പോന്നാ. ഓ, ഒന്ന് നിറം വെച്ചിക്കാനല്ല, നല്ല ഉഷാറാക്കി ചുള്ളരായാലും. അതെ, അടുത്ത വെയിലിന്റെ പവറാ. അല്ല, ഇനി കുറച്ച് നാട്ടിലുണ്ടാവൂലേ? ഇൻഷാ അല്ലാ. അല്ല, നീ വെറും കയ്യോടാ വന്ന്? പെട്ടെന്നുള്ള വരവാ, കാര്യമായിട്ടൊരു സാധനവും കൊണ്ടുപോന്നില്ല. അത് ഗൾഫിൽ നിന്ന് വരുന്ന പോലെ എല്ലാവരും പറയുന്നതാ. നിന്റെ ഒരു ഏടാണുള്ളത്. ഞാൻ ആകെ 4 കൂട്ടം ഡ്രസ്സും മക്ക കുറച്ച് മുട്ടായി ആകെ കൊണ്ടുപോകുന്നു. നീ സർപ്രൈസ് ആക്കാണ്ട് സാധനം അങ്ങ് എടുക്ക്. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലേ പെട്ടെന്ന് നാട്ടിലേക്ക് പോന്നതാ. ഏതായാലും സബൂറാക്ക്, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. എന്ത് സബൂറാക്കാൻ? നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തം ഗൾഫിൽ പോയിട്ട് നമുക്കൊരു തീപ്പെട്ടിക്കൊള്ളിയും കൂടി കൊണ്ടുതന്നില്ലാന്ന് വെച്ചാല് നീ അങ്ങനെ സീരിയസ് ആയല്ല, എന്താ വെച്ചാൽ ചെയ്യാം നമുക്ക്. എന്ത് സീരിയസ് അല്ലാന്ന്? എനിക്കൊരു സാധനവും ഇല്ലാണ്ട് നീ എൻ്റെ കണ്ണിൻ്റെ മുമ്പ് കാണരുത് തന്നെ. ഇങ്ങനൊക്കെ പറയാൻ എന്തേതാ ഇവിടെ ഉണ്ടായത്? നീ തോനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട. വേഗം വണ്ടി വിട്ടോ. ഏത് നേരത്താണ് ചെങ്ങായിന്റെ മുന്നിൽ പെട്ടത്? വല്ലാത്തൊരു കോളായി പോയി. ഓൻ വലിയൊരു സുജായി ഗൾഫുകാരൻ. എന്നാ ഇനി എന്റെ പണക്കം കൂടി കാണാനാവൂല. കുട്ടിയെ കൊടുക്കും. ഇത് സംഗതി സർപ്രൈസ് ആയിനല്ലേ? എന്നാ പിന്നെ അത് നേരത്തെ അങ്ങ് തന്നച്ചാ പോരായിരുന്നു. സർപ്രൈസ്? ഇതാ എന്റെ മക്ക കൊടുക്കാൻ വെച്ച മുട്ടായി ആയിരുന്നു. എന്റെ പണക്കാട് തീരട്ടെ. മുട്ടായിയോ? ഇത് ഞാൻ ഓക്കും മക്കൾക്കും തന്നെ കൊണ്ടക്കൊടു. ഓൻ സോപ്പിടാൻ വന്നിക്കുന്നു. അല്ല, എനിക്ക് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടു തരാം. അല്ല പിന്നെ സ്വർണ്ണ ബിസ്ക്കറ്റോ? ആ, ഇപ്പൊ കിട്ടും. കാത്തു നിന്നങ്ങി. ഈ ബലാലിനൊക്കെ മുസീബത്തുനിന്ന് കഴിച്ചില്ലാനായിരുന്നു. കടല് കടന്നത് തന്നെ. കേട്ടോ, ഇന്റെ ഓരിങ്ങട് ഇതൊരൊറ്റ ചിന്തയുള്ളൂ. ഈ ഗൾഫുകാരെ കഥ എന്തോ ഇവർക്ക് ഓർമ്മ ഉണ്ടോ? ഓരോ പ്രവാസികളും പോയി വന്നാലുള്ള അവസ്ഥ. കിട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്ത നാട്ടിലുള്ളവർക്ക്.